ലാലേട്ടൻ ഫാൻസിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയും നമുക്കെതിരെ തിരിക്കുക. ലാലേട്ടൻ പറഞ്ഞത് കിട്ടുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെടുത്ത് കീച്ചി. പിന്നെ അവർക്ക് അങ്ങനെ ഒരു മാനസിക സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ദൃശ്യം 3യുടെ സെറ്റില് നമ്മളവിടെ പോയി ലാലേട്ടൻ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഷാറൂഖ് ഖാൻ്റെ കിങ്ങിൻ്റെ ഷൂട്ടിന് മുംബൈയിൽ വന്നപ്പോൾ മാസ്റ്റർ പോയി കാണുന്നു. ഓങ് ബാക്കിൽ അദ്ദേഹം ഷൂട്ട് ചെയ്ത സീക്വൻസസിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും. പക്ഷെ പുള്ളി പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. രവി ബസൂർ നമ്മൾ പറഞ്ഞ ആന്റണി അങ്കമാലി അപകടങ്ങളുടെ രാജകുമാരനായിരുന്നു ഞാൻ. ഒരു സൗണ്ട് കേട്ടു, ഒരു സാധനം ഇങ്ങനെ പൊക്കിപ്പോ കാറ് ടോട്ടൽ ലോസ് ആയി, ഹെയർ ലൈൻ ഫ്രാക്ചർ. കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലത് ആൻ്റണി വർഗീസ്, പോൾ ജോർജ്, ആൻസൺ പോൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. ആദ്യമായിട്ട് കാട്ടാളൻ പോലൊരു സിനിമ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു നവാഗത സംവിധാനം ഇറക്കാന്ന് പറയുന്നതിലെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ആദ്യം അങ്ങോട്ട് അറിയിക്കുകയാണ്. ഞാൻ ഡയറക്ടറിൽ നിന്ന് തുടങ്ങിക്കോ, അവിടെ തന്നെ പിടിച്ചോ. എത്ര കാലമായിട്ട് സിനിമ മനസ്സിലുണ്ട്? സിനിമ എനിക്ക് തോന്നുന്നു കാട്ടാളൻ്റെ കാര്യമല്ല, സിനിമ അതാണ്. ഒരു +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സിനിമ എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെയാണ്. അത് ഞാൻ പറയില്ല. പിന്നെ അതിനുശേഷം ഈ പറയുന്ന പോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനായിട്ട് ചെന്നൈക്ക് പോയതും സിനിമ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ട് സിനിമ മനസ്സിലുണ്ട്. അന്ന് ആക്ഷൻ സിനിമ തന്നെയാണ് മനസ്സിൽ? അല്ല, അത് പിന്നീട് ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം സിനിമ ചെയ്യണം എന്ന് വിചാരിച്ച് എഴുതിയതൊരു ആക്ഷൻ സിനിമയല്ല. പിന്നെ അത് നമ്മൾ പിച്ച് ചെയ്തപ്പോൾ അത് വർക്കായില്ല. പിന്നീട് വേറൊരു സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നീട് ആക്ഷനിലേക്ക് വന്നതാണ്. ഞാനും ആൻ്റണിയും തമ്മിൽ ആദ്യം ഡിസ്കസ് ചെയ്തൊരു സ്ക്രിപ്റ്റും ആക്ഷനല്ല. അപ്പോൾ അതും ഈ പറയുന്ന പോലെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളിൽ അത് പിച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നീടാണ് ആൻ്റണിയെ വെച്ചുകൊണ്ടൊരു ആക്ഷൻ ഇത് വർക്ക് ചെയ്യുന്നത്. കാട്ടാളൻ എന്നുള്ള പേര് കേട്ടപ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്ന ഒരു തോട്ടം എന്താ? അല്ല, എൻ്റെ ഫേസ് വെച്ചിട്ട് ഞാൻ എങ്ങനെ കാട്ടാളനാവും, അതാണ് ഞാൻ ആലോചിച്ചത്. എൻ്റെ രൂപം വെച്ചിട്ട് എങ്ങനെ കാട്ടാളനായിട്ട് മാച്ച് ആവണ്ടോന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ കറക്റ്റാ, വലിയ വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് പക്ക. എല്ലാവരും കാട്ടാളന്മാരാണ്. ആൻസണിൻ്റെ സിനിമയിൽ വന്നിട്ട് ഏകദേശം ഒരു 13 വർഷത്തിന് മുകളിലായി. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എത്രമാത്രം കരിയറിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഒരു കരിയറിൽ മാറ്റം ഉണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സും വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നോക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം എടുക്കാറുണ്ട്. പിന്നെ വേറെ ലാംഗ്വേജസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഡിഫറെൻറ്റ് വെറൈറ്റി പരിപാടികൾ പഠിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ശരിക്കും ആൻസൺ ഇതുവരെ ചെയ്ത കഥാപാത്രത്തിന് കുറച്ച് ഒരു ഇമോഷണലി ആൻസണിനെ ചിത്രീകരിച്ചൊരു സിനിമയാണെന്ന് തോന്നുന്നു കാട്ടാളൻ. ഒരു നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു കഥ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു ഹെൽപ്ലെസ്നെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടെ സാധിച്ചു. അപ്പോൾ അത് രസമായിട്ട് തോന്നി. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നി. ഒരു ഹെൽപ്ലെസ് യുവാവിൻ്റെ മുഖം ആൻസറിൽ ഉണ്ടെന്ന് ഡയറക്ടർ തിരിച്ചറിഞ്ഞല്ലേ? അതെ അതെ, നമുക്ക് അതാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം എനിക്കൊന്ന് ഞാൻ ആ മുഖമാണ് കുറച്ചും കൂടി റിയൽ ലൈഫിൽ ചേരുന്നത്. ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇന്നസെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി അങ്ങനത്തെ ഇപ്പോൾ ഇവിടെ കുറേ സിനിമകളിൽ എന്നെ അങ്ങനെ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ അല്ലാതെ ഒരു വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിന് എക്സ്പ്ലോർ ചെയ്ത ഒരു ക്യാരക്ടറാണ് സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്ന് തന്നതിൽ താങ്ക് യു. ഇപ്പോൾ ആൻ്റണി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഫസ്റ്റ് റിലീസ് ഡേ തന്നെ സിനിമകൾ കാണാൻ പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ആൻ്റണിയുടെ ഒരു സിനിമ ഏർലി മോർണിംഗ് ഷോ വരികയാണ്. പാൻഡൽ ലെവലിൽ ഒരുപാട് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് ഇത്തിരി ബുദ്ധിമുട്ട്. ഏർലി മോർണിംഗ് നമ്മൾ എണീക്കണമല്ലോ സിനിമ കാണാൻ പോകാനായിട്ട്. അല്ല, പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വെറുതെ ഫണ്ണി ആയിട്ട് പറഞ്ഞത്. ഭയങ്കര ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. ഷെരീഫിക്കയുടെ അടുത്തും പോളിൻ്റെ അടുത്തും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തരും, ഇത്രയും വലിയ ക്യാൻവാസ്, ഇത്രയും വലിയ സ്കെയിലായിട്ടുള്ളൊരു പരിപാടി. അതായത് എല്ലായിടത്തും പടം റിലീസാവുന്നു. ഏർലി മോർണിംഗ് നമ്മുടെ പടം റിലീസാവുന്നു, നമ്മൾ കാണാൻ പോകുന്നു, തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവം. സിനിമയിൽ അഭിനയിക്കണം, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം,
എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ബാക്കി ഇതിപ്പോൾ കിട്ടണതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണസായിട്ടുള്ള ഒരു ഭാഗ്യം, അതിൻ്റെ ഒരു ഇതാണ്. അതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. അന്ന് ലാലേട്ട സെറ്റിൽ വന്നിരുന്നല്ലോ അല്ലേ? ലാലേട്ടൻ എന്ന സെറ്റിൽ വന്നിരുന്നല്ലോ. അല്ല, അത് അങ്ങനെയല്ല, അത് നമ്മുടെ സെറ്റിലോട്ട് പോയതാണ്. കാട്ടാളൻ്റെ ഷൂട്ട് നടക്കണു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 200 മീറ്റർ അപ്പുറം ദൃശ്യം 3യുടെ ഷൂട്ട് നടക്കുന്നു. അങ്ങനെ നമ്മള് ദൃശ്യം 3യുടെ സെറ്റില് നമ്മളവിടെ പോയി ലാലേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ലാലേട്ടൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട്, അതിനകത്തുള്ള കോസ്റ്റ്യൂം തന്നെ ഇട്ടിട്ട് ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ വീട് ഹായ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹായ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചിരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞപ്പോൾ മോനെ നിൽക്കുന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു ഞാൻ ഞെട്ടിപ്പോയി. അല്ല, ലാലേട്ടൻ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് പോകാൻ പാടുള്ളൂ, അങ്ങനെ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇത് കൊള്ളാലോ. അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഫോട്ടോസ് എന്നിട്ട് ലാലേട്ടൻ സമ്മതിച്ചു പോസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. സാധാരണ കോസ്റ്റ്യൂമിലുള്ളതൊന്നും ഒരിക്കലും, അതും ഇത്രയും ഇതായിട്ട് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യം 3യുടെ ഇതൊക്കെ അങ്ങനെ ഇടാൻ സമ്മതിക്കില്ല. ലാലേട്ടൻ പറഞ്ഞത് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെടുത്ത് കീച്ചി ഒന്ന് ഷൈൻ അടിച്ചു കുറച്ച്. വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സമയമാണ്. ഈ തായ്ലൻഡിൽ പോയുള്ള ഷൂട്ടിങ്, അതുപോലെ റിയൽ ആനകളെ വെച്ചിട്ടുള്ള ഷൂട്ടിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്കഷൻ്റെ ആദ്യം മുതലേ ഉണ്ടായിരുന്നോ? അത് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് വളരെ മിനിമലായിട്ടായിരുന്നു ആനയുടെ പോർഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അതൊരു പ്രൊഡക്ഷൻ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷെരീഫ്ക്കാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, ആനയുടെ ഇത് നമുക്ക് ഗ്രാഫിക്സ് ഇല്ലാതെ റിയലായിട്ട് ഷൂട്ട് ചെയ്യാം എന്ന് അദ്ദേഹമാണ് പറയുന്നത്. അപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതെങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ റിയൽ ആനകളെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ പരിമിതികളുണ്ട് നമുക്ക്, പെർമിഷൻ വൈസും എല്ലാം. അപ്പോഴാണ് അദ്ദേഹം തന്നെയാണ് കെച്ച മാസ്റ്ററിൻ്റെ ഓപ്ഷൻ, ബാക്കിലെ മാസ്റ്ററിൻ്റെ ഓപ്ഷൻ എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ മാസ്റ്റർ ഷാറൂഖ് ഖാൻ്റെ കിങ്ങിൻ്റെ ഷൂട്ടിന് മുംബൈയിൽ വന്നപ്പോൾ മാസ്റ്ററെ പോയി കാണുന്നു. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോർഷൻസ് നമ്മൾ മാസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. മാസ്റ്റർ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റി നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ഇതെങ്ങനെ നമുക്ക് റിയലി ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ മാസ്റ്റർ ബാക്കിൽ അദ്ദേഹം ഷൂട്ട് ചെയ്ത സീക്വൻസസിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും. എങ്ങനെയാണ് അവരത് കൺസീവ് ചെയ്തത്, ട്രെയിൻ ചെയ്ത് എങ്ങനെ കൺസീവ് ചെയ്തു, അതിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ഇത് റിയലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇത് പോസിബിൾ ആണെന്നുള്ളൊരു സംഭവം. പിന്നീട് നമ്മൾ തായ്ലൻഡിൽ ചെന്നു. അപ്പോഴും ഈ പറയുന്ന പോലെ, കാരണം ഒരു ആനേനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു പേഷ്യൻസ്, എത്ര ടൈം അതിനു വേണ്ടി കൺസ്യൂം ആകും എന്നുള്ളതൊന്നും നമുക്ക് ഒരു മുൻധാരണയില്ല. കാരണം ആന ഓക്കെ ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്തോ ഭാഗ്യവശാൽ അവിടെ വന്ന ആന അടിപൊളിയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമാൻഡ് കൊടുത്തൊരു 2-3 ഷോട്ടിൽ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൻ്റണിയും ആനയായിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ പോലും, അപ്പോൾ അതിൽ ആനയും ആൻ്റണിയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വരണം, എങ്കിലാണ് ആൻ്റണിക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നീട് കയറാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ ഒരു അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. ആന അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, അത്രയും സഹകരണമായിരുന്നു. ആന ഒരു കുഴപ്പമുണ്ടായിരുന്നു, നമ്മളായിരുന്നു പ്രശ്നം. മൃഗങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമകളിൽ ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങൾക്ക് ഇപ്പോൾ നായയാണെങ്കിലും അങ്ങനത്തെ ഏത് മൃഗമാണെങ്കിലും അവരുടെ മൂഡിനനുസരിച്ചാണ് നമുക്ക് ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ രീതിയിലൊരു ബുദ്ധിമുട്ട് ശരിക്കും വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഇല്ല, അവരെ ആ മൂഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മൾ കരിമ്പ്, നല്ല നല്ല ശർക്കര സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ മൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് അഭിനയിപ്പിക്കാമല്ലോ. സിമ്പിൾ. ആനയെ കൊതിപ്പിച്ച് അത് അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മളങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കരിമ്പ് കാണിക്കും, കരിമ്പ് കൊടുക്കും, ശർക്കര കൊടുക്കും, പിന്നെ വേറെ എന്തൊക്കെയോ മധുരമുള്ള സാധനങ്ങളൊക്കെ, തായ് സാധനങ്ങൾ, കപാങ് അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് ആന ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ വേറൊരു ആന ഉണ്ടായിരുന്നു, പെപ്സി എന്നുള്ളതാണ് നമ്മുടെ കൂടെ ഒക്കെ ചെയ്തത്. പിന്നെ വേറൊരു ആനയും കൂടി ഉണ്ട്, ഞാനതിനെ കൊക്കക്കോള എന്ന് വിളിക്കാറ്. അതിന് പ്രത്യേകം ട്രെയിനർമാരുണ്ടായിരുന്നു. നമ്മളവിടെ ആദ്യം നമ്മൾ ഈ ആനകളെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു എലഫന്റ് ക്രാലിൽ നമ്മൾ പോകും. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ അവിടെ ഒരു 30-35ഓളം ആനകളുണ്ട്.
അപ്പോൾ അവിടെ മാസ്റ്റർ ചെന്നിട്ട് എല്ലാ ആനകളും വരും. മാസ്റ്റർ ഓരോ ആനകളെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സ് ഉണ്ട്, അവർ ഓരോ ആനകൾ വിളിക്കും, മാസ്റ്റർ കൊടുക്കുന്ന കമാൻഡ് ആ ആനകൾ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള 2 ആനകളെയാണ് മാസ്റ്റർ അവിടെ നിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫിലിമിൽ നമ്മൾ ആളുകൾ ഓഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആനകളെ പോയി ഓഡീഷൻ ചെയ്തിട്ടാണ് 2 ആനകളെ സെലക്ട് ചെയ്തത്. ശരിക്കും 2 ആനകളെയാണ് അവിടുന്ന്. അതെ 2 ആനകൾ. അതല്ലേ ആൻസൺ അതിൽ സീനുകളുള്ളത് പെപ്പയുടെ കൂടെയും ജഗദീഷ് ചേട്ടൻ്റെ കൂടെയും. ആ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് എനിക്ക് ജഗദീഷ് ചേട്ടൻ്റെ കൂടെ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് എടുത്തറിയേണ്ടത്. എക്സ്പീരിയൻസ് ഈ കഥാപാത്രം ബേസിക്കലി നമുക്ക് എൻ്റെ കഥാപാത്രം തോറ്റുപോയതിൻ്റെ ഒരു കഥയാണ്. ജയിച്ചവരുടെ കഥയിലുള്ളൊരു ആളല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എങ്ങനെ ഞാൻ അഭിനയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് ജഗദീഷ് ചേട്ടൻ അതിൻ്റെ പരിപാടികളൊക്കെയും കുറേ സ്ഥലത്ത് ഹെൽപ്ലെസ്നെസ് ആയിട്ട് നിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെയും പുള്ളിക്കാരൻ എങ്ങനെയാണ് അത് ഇമോട്ട് ചെയ്യേണ്ടത് എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസമായിട്ടുള്ള സംഭവമാണ്. പെപ്പെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അതുകൊണ്ട് കെച്ചയുടെ കൊറിയോഗ്രഫിയിൽ പുള്ളിയുടെ ഒരു സ്റ്റൈലിങ്ങാണ് ഇത്ര നാൾ അടുത്ത് ഇടപഴകിയിൽ തോന്നിയിട്ടുള്ളത്. എനിക്കും ഒരു 3 days 3 to 4 days ആണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. തായ്ലൻഡിൽ മൊത്തം 8 ദിവസം ഉണ്ടായിരുന്നു. തായ്ലൻഡില് സന്തോഷ് മാസ്റ്ററുടെ ഇന്ത്യയിലായിരുന്നു. ആനകളുടെ സീക്വൻസ് ആണ് കെച്ച മാസ്റ്റർ ചെയ്തേക്കുന്നത്. പുള്ളി ഭയങ്കര എന്താ പറയാ, ഇത്രയും ഭയങ്കര വലിയ ആ ഒരു സംഭവം ഭയങ്കര ഡൗൺ ടു എർത്ത് ഫ്രണ്ട്ലി. ഞാനും മാസ്റ്ററും തമ്മിൽ അങ്ങനെ അധികം സംസാരമോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം പോയി ഹായ് പറഞ്ഞ് അങ്ങനെ അസോസിയേറ്റ്. പിന്നെ പുള്ളിയുടെ മോനായിട്ടൊക്കെ ആയിരുന്നു മെയിനായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരാളുണ്ടായിരുന്നു പുള്ളിയായിട്ട്. മാസ്റ്ററായിട്ട് അങ്ങനെ അധികം ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോയി ഞാൻ ചോദിച്ചു ചെയ്യണത് ശരിയാണോ, അപ്പോൾ പുള്ളി ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ ആന്റണി എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ആനവേട്ടം നടത്തുന്ന ആ സീനൊക്കെ തായ്ലൻഡായിരുന്നോ? ഏതാ? അത് നമ്മൾ കേരള നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടെറൈൻ നമ്മളവിടെ കണ്ടെത്തണം. അത് ഈ പറയുന്ന പോലെ ബാങ്കോക്കിൽ നിന്നൊരു 300-350 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മ്യാൻമാർ കാഞ്ചനാപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡ് മ്യാൻമാർ ബോർഡർ. അപ്പോൾ ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പണ്ടത്തെ വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ജപ്പാൻ പിടിച്ചെടുത്തതിന് ശേഷം ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് കൂട്ടക്കൊല നടത്തി അവരെ കൊണ്ട് നിർബന്ധിച്ച് പാലം പണിയിപ്പിച്ച് ഒരു പാലം പണിതു. ഒരു റെയിൽവേ പാലം എന്തോ പണിതുണ്ട് അവിടെ. ഇത് ഒരു വർഷം ഇത്രയും സമയം കൊണ്ട് ഭയങ്കര ഹാർഡായിരുന്നു. കാരണം തിക്ക് ഫോറസ്റ്റാണ്. ഇത് പണിത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വന്നിട്ട് ആ പാലം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഈ പട്ടാളക്കാരുടെ ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. അത്രയും ക്രൂരതയായിട്ടാണ് ജാപ്പനീസ് പട്ടാളം അവരോട് പെരുമാറിയത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ ആദ്യം കാഞ്ചനാപുരി തായ്ലൻഡ് ആ ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെറുതെ അടിച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ ഇത്രയും ഇതുള്ള സ്ഥലമാണല്ലോ എന്നുള്ളൊരു അപ്പൊ നമുക്കൊരു റെസ്പെക്റ്റും നമുക്കൊരു വല്ലാത്തൊരു ഫീലൊക്കെ തോന്നിയിരുന്നു. അവിടെ നല്ല രസമുള്ള സ്ഥലമാട്ടോ അവിടെ. നമ്മുടെ കേരള ഫോറസ്റ്റ് ആയിട്ട് ഭയങ്കര ജോഗ്രഫി. അപ്പോൾ എങ്ങനെയാണ് ഈ രവി ബസ്രൂറിലേക്ക് എത്തിയത് മ്യൂസിക് ഡയറക്ടറായിട്ട്? രവി ബസ്രൂറിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ തന്നെ ക്യൂബ്സിൻ്റെ തന്നെ ആദ്യത്തെ സിനിമ മാർക്കോ രവി ബസ്രൂറായിരുന്നു. അപ്പോൾ ഓൾറെഡി ആ പ്രൊഡക്ഷനായിട്ട് രവി ബസ്രൂറിന് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഷെരീഫ് ഖാനാണ് രവി ബസ്രൂറിൻ്റെ ഓപ്ഷൻ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോ പറയേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന പോലെ അത്രയും വലിയൊരു വ്യക്തിനെ നമ്മുടെ സിനിമയുടെ മ്യൂസിക് ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് യെസ് പറഞ്ഞു. അങ്ങനെ രവി ബസ്രൂറിലേക്ക് എത്തുന്നു. ബസ്രൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമാണല്ലോ. ഞാൻ പുള്ളിയുടെ പേരാന്ന് വിചാരിച്ചു. അത് വില്ലേജിന്റെ പേരാ. അത് ശരി. അത് ഉടുപ്പിക്കടുത്ത് ആന്റണി അങ്കമാലി എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതുപോലെ ഇരിക്കും. പക്ഷെ പുള്ളി പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. രവി ബസൂർ, നമ്മൾ പറയാം ആന്റണി അങ്കമാലി. ബസൂറിലാണ്. അതൊരു പക്ക ഒരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുന്ന് പുള്ളിക്കാരൻ അവിടുന്നാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കയറി വന്നേക്കുന്നത്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഈ പടം റിലീസാവുന്നതിന് മുമ്പ് നമ്മൾ രാജാഷ്ണ ചേട്ടനോട് സംസാരിച്ചിരുന്നു ഫോട്ടോഗ്രാഫ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ 4 പേരും 4 സ്ഥലത്തിരുന്നാണ് ഇതിൻ്റെ BGM-ഉം മറ്റു കാര്യങ്ങളും. അതെങ്ങനെയാണെന്ന് പറയാം? അല്ല, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പുള്ളിയുടെ വില്ലേജിലേക്കാണ് പോകുന്നത്. ബസ്രൂറിൽ പുള്ളിക്ക് ഒരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പാണ് പുള്ളിയുടെ വില്ലേജിൽ തന്നെ. അപ്പോൾ ആദ്യം അവിടെ ഇരുന്ന് വർക്ക് ചെയ്തു.
അപ്പോൾ പാരലലി അദ്ദേഹം വേറെ ഇപ്പോൾ ടോക്സിക് ചെയ്യുന്നുണ്ട്, NTR നീൽ ഫിലിം ചെയ്യുന്നുണ്ട്, തമിഴിൽ ഡ്രാഗൺ ചെയ്തു. അതാ ഡ്രാഗൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തമിഴിലൊരു 2 ഫിലിംസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഇപ്പോൾ ബസ്റൂരിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് മുംബൈക്ക് പോകുന്നു. അപ്പോൾ മുംബൈക്ക് നമ്മളും പോകുന്നു യാത്രയിൽ. അതെ, അപ്പോൾ പുള്ളിയുടെ കൂടെ നമ്മളും രവി ബസൂറിനോട് നമ്മളും പോവാണ് മുംബൈയിലേക്ക്. നമുക്കൊരു ടൈം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഉച്ച വരെയുള്ള സമയം നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വൈകിട്ട് പോയിട്ട് അടുത്ത പടം ചെയ്യും. അപ്പോൾ അവിടെ ഒരു 5 ദിവസം വർക്ക് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഹൈദരാബാദിലേക്ക് അടുത്ത വർക്കിന് വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യണം ഹൈദരാബാദിലേക്ക്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങളൊരു ഉച്ച വരെ ഇരിക്കും. അതിനുശേഷം അദ്ദേഹം പോയി വർക്ക് ചെയ്യും. നൈറ്റ് വീണ്ടും ആൾ തിരിച്ചു വരും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നെ വിളിക്കും, പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് വരാൻ പറയും. ഞാൻ നേരെ സ്റ്റുഡിയോ ചെല്ലും. ആൾ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് ഫുൾ നൈറ്റ് വർക്ക് ചെയ്യും. ആകെ ഉറങ്ങുന്നത് 2-3 മണിക്കൂറാണ്. അപ്പോൾ പിന്നെ ചെന്നൈ വന്നു. പിന്നെ ചെന്നൈയിൽ നിന്ന് വീണ്ടും ബസ് സ്റ്റോർക്ക് പോയി. അപ്പോൾ ആള് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന ചെറിയ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നാപ്പ് എന്ന് പറയുന്ന പോലെ ഒരു അരമണിക്കൂർ ഒക്കെയാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഇടവിട്ട്. അതെ, ഇതൊരു വ്ളോഗ് ആക്കിയായിരുന്നെങ്കിൽ ഹിറ്റായാണ്. അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്കും വളരെ കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ടാണ് പിന്നെ നമ്മളെയും അങ്ങനെ. അതെ, കാരണം വളരെ ഒരു ചുരുങ്ങിയ സമയം നമുക്കും ഉണ്ടായുള്ളൂ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. പാട്ട് ആദ്യം കമ്പോസ് ചെയ്തത് കട്ടാളം തീമാണോ? പാട്ടല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആദ്യം അദ്ദേഹം ചെയ്തു പോകുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഫിലിമിന്റെ മൂഡ് കംപ്ലീറ്റ്ലി കിട്ടും. അപ്പൊ എന്നിട്ടാണ് സോങ് കമ്പോസ് ചെയ്തത്. ഓ, അത് ശരി. ഈ ട്രെയിലർ 3 തീമിൽ ആ ഐഡിയ എങ്ങനെയാണ് വന്നത്? അത് രവി ബസൂർ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത്. കാരണം അദ്ദേഹം ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് നമുക്ക് 3 വെർഷൻ അയച്ചു. ഒരേ ട്രെയിലറിന്റെ 3 വെർഷൻ അദ്ദേഹം നമുക്ക് അയച്ചു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. നമ്മൾ ജംഗിൾ ബീസ്റ്റ് എന്ന് പറയുന്ന മെയിൻ തീം നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബസ്റൂർ പോയിരുന്നിട്ടാണ് അത് ഫൈനൽ ചെയ്തത്. അപ്പോൾ ആ മൊമെന്റിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് പറയായത് എങ്കിൽ നമുക്കിത് 3ഉം യൂസ് ചെയ്ത് കൂടെ. അതെ, അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഷെരീഫിക്കും അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുവരെ വേറൊരു ട്രെയിലറിലും അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സംതിങ് ഇന്നോവേറ്റീവ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഷെരീഫിക്കും അത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ 3 ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മൾ കേൾക്കുമ്പോൾ 3 മൂഡാണ്. ഒരേ വിഷ്വലാണ്, പക്ഷെ 3 മൂഡാണ്. അതിൻ്റെ ഒരു എലിവേഷൻ നമുക്ക് അങ്ങനെ അത് എല്ലാവർക്കും പബ്ലിക്കിനും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളങ്ങനെ ചെയ്തത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 ആളുകൾ കൂടി ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 പേരോട്. ഒരു ക്വസ്റ്റ്യൻ വേറെ ഒന്നല്ല. ഇതിൽ പ്രധാനപ്പെട്ട 3 വേഷങ്ങൾ ചെയ്ത ആളാണ് രാജ് രണ്ടാസു, കബീർ ദുഹാൻ സിംഗ്, സുനിൽ. ഈ 3 പേരുടെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവരെങ്ങനെയായിരുന്നു സെറ്റിൽ? അവരുടെ കോപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതിനകത്ത് ഞാൻ സുനിലുമായിട്ടായിരുന്നു. സുനിൽ സാറായിട്ടും പിന്നെ കബീർ സിംഗ് അവരായിട്ട് മാത്രമാണ് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ രാജായിട്ട് തായ്ലൻഡിൽ ഞാൻ താമസിക്കേണ്ട തൊട്ടപ്പുറത്ത് വില്ലയിലാണ് രാജ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് പുള്ളി. ഭയങ്കര സിമ്പിളായിട്ടുള്ള. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാനൊക്കെ പോകും. അതിൽ തായ്ലൻഡിലെ ചെറിയ വഴികളിലൂടെ നടക്കാനൊക്കെ പോകും പുള്ളിയിലൂടെ. ഭയങ്കര എന്നെ സംബന്ധിച്ച് പുഷ്പയിലെ വില്ലൻ. ഒരെണ്ണം കൊടുത്താലോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ നല്ല മനുഷ്യനാണ്, ഭയങ്കര സ്വീറ്റാണ്. പിന്നെ സുനിൽ സാറും അതെ, സുനിൽ സാറ് ഭയങ്കര സ്വീറ്റാണ്. ഞങ്ങൾ കളിയാക്കാറുണ്ട് സുനിൽ സാറിനെ, സുനിൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത്രയും സ്വീറ്റാണ് പുള്ളി. സുനിൽ സാറ് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം കൊല്ലിയിലായിരുന്നു നമുക്ക് ഷൂട്ട്. പിന്നെ എനിക്ക് അതിനകത്തൊരു പുള്ളിക്കാരനൊരു ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മേത്ത് എത്രമാത്രം കൊള്ളും അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അളക്കണം. അത് ആ ചാട്ടുവാർ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൃഗങ്ങളുടെ ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ അങ്ങനെയാണുള്ളത്. ലുക്ക് ആൻഡ് ഫീലാണ്. പക്ഷേ അത് വെച്ച് അടിക്കുമ്പോൾ നമ്മുടെ മേത്ത് വേദനിക്കും. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം കൊണ്ടു. പക്ഷേ അത് പിന്നീട് അത് കുറേ അടി കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പുള്ളിക്കാരൻ അത് കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് അതെങ്ങനെയാണ് എത്രമാത്രം കൈ പുള്ളിക്കാരൻ ഇടണ്ടേ അതിൻ്റെയൊക്കെയും, ബിക്കോസ് ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു ചാട്ടവാറാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്ത് നമ്മൾ നല്ല രസമായിട്ടാണ് പുള്ളിക്കാരൻ. അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയതാണോ? അതെ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. അതെന്താ മെറ്റീരിയൽ? അത് ബോണും
ഒറിജിനൽ ബോണാണോ? ഒറിജിനൽ ബോൺ ഉണ്ട് അതിൽ. അതിൻ്റെ മുകളിൽ അവർ ഈ സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓ ശരി. ഈ സുൻസാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫസ്റ്റ് മജാക്കോ മല്ലി ഇറങ്ങിയ സമയത്ത് അതിൽ മലയാളത്തിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, പുഷ്പയിൽ പുള്ളിയെ ഡാൻസ് ചെയ്യിപ്പിച്ചില്ല, ഇതിൽ ചെയ്യിപ്പിന് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു. ശ്രദ്ധിച്ചിരുന്നു അത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ ഇപ്പൊ നമ്മളും അദ്ദേഹത്തിന്റെ ഫിലിംസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിരുന്നു ആദ്യം. അപ്പോൾ വൈകുണ്ഠപുരം പോലെ ആ ഡാൻസ് അത് അടിപൊളി സീനത്. നല്ല രസമാണ് രണ്ടുപേരുടെ ഡാൻസ് കളിച്ച് പോണത്. അത് സുനിൽ സാർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ഡാൻസ് ഒരു സംഭവം പ്ലാൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിന് അത് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റും. ഷെരീഫ് മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ. ഫൈറ്റ് സീനിന്റെ ഇടയിൽ എന്തെങ്കിലും അപകടം പറ്റി അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ പടത്തിനിടയിൽ? ഇഷ്ടംപോലെ അപകടങ്ങളുടെ രാജകുമാരനായിരുന്നു ഞാൻ. അങ്ങനെയാണല്ലോ. ഒന്ന് നമ്മൾ ട്രെയിൻ ചെയ്യണ സമയത്ത് നമ്മുടെ ഇവിടെ അങ്കമാലിയിൽ ജിമ്മിൽ ആദ്യം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ട്രെയിനർ എഡ്വിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ട്രെയിനർ ഒരു ദിവസം വന്നില്ല. അപ്പം നമ്മൾ സൺഡേയും കൂടി ട്രെയിൻ ചെയ്യാം, സാധാരണ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ആത്മാർത്ഥത കൂടി പോയിട്ട് സൺഡേയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് അന്നത്തെ ദിവസം വേറൊരാളെ വന്നത്. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത്രയും വെയിറ്റ് വേണ്ട, ഈ ഒരു വെയിറ്റിൽ കളിപ്പിക്കണതാണ്, ഇതാണ് നമ്മൾ സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്ന വെയിറ്റ്. പക്ഷെ ആ പുള്ളിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയി. അപ്പോൾ ആവേശം കൂടിപ്പോയി. രണ്ട് ആത്മാർത്ഥതകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ എൻ്റെ ഷോൾഡറിന് പണി കിട്ടി. ഒരു സൗണ്ട് കേട്ടു, ഒരു സാധനം ഇങ്ങനെ പൊക്കിയപ്പോൾ എന്നിട്ട് ഞാൻ കരഞ്ഞു. അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എൻ്റെ കൈ അനക്കാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഈ ചിരട്ട ഇങ്ങനെ തിരിക്കൂലേ, അതുപോലത്തെ സൗണ്ട്. അങ്ങനെ എന്നിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ സ്കാനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കൈ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും പയ്യെ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ തായ്ലൻഡിൽ പോയി ഷൂട്ടിന് പോയി. അവിടെ മറ്റേ ഒരു കയറിൽ ഇങ്ങനെ തൂങ്ങി ആടി ടാർസം പോണ ഒരു പരിപാടിയുണ്ട്. ആ പോണ വഴിയിൽ നമ്മുടെ ഒന്ന് സ്ലിപ്പായിട്ട് നമ്മൾ പോയിട്ട് ഒരു മരത്തമ്മ ചെന്ന് ഇടിച്ച് പിന്നെയും അതേ ഈ കൈയുടെ ഇവിടെ പണി കിട്ടി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോണ വഴി കാറ് ടോട്ടൽ ലോസായി, ഹെയർ ലൈൻ ഫ്രാക്ചർ. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതൊന്നും നമ്മളിങ്ങനെ നമ്മള് എല്ലാത്തിനും നമ്മൾ തിരിച്ചു കയറി വന്നില്ല. അതാണ് അതിന്റെ ഒരു പോസിറ്റിവിറ്റി. ഓവർകം ചെയ്ത് നമ്മളത് ഫിനിഷ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഈ പെപ്പയ്ക്ക് അനിമൽ സ്റ്റാർ എന്നൊരു ട്രോൾ പേരുള്ള കാര്യം അറിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? എനിക്കറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പന്നി, ജല്ലിക്കെട്ടിൽ പോത്ത്, കോഴിയുണ്ട്, അജഗജാന്തരത്തിൽ ആനയുണ്ട്, പിന്നെ ആനയുണ്ട്. ഇനിയിപ്പോ നമ്മള് ആരെ പിടിക്കണമെന്ന് കൊണ്ടല് സ്രാവുണ്ട്. ഇനി നമ്മള് വേറെ ആർട്ടിക്സിലെ മാത്രം മൃഗമില്ലാത്തേ ഉള്ളൂ. അതിനകത്ത് ഞാൻ മൃഗമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അതുപോലെ പെപ്പ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നല്ലോ, ഒരു ഫേക്ക് ന്യൂസ്. ഫേക്ക് ഒരു സാഹചര്യം എന്തായിരുന്നു അത്? ഇങ്ങനെ ലാലേട്ടൻ്റെ ദൃശ്യം 3 കളിയാക്കുന്ന, അതായത് നമ്മുടെ ഫാൻസിലെ പിള്ളേർ ചെയ്ത പോലെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാണ്. അത് ശരിക്കും നമ്മൾ ലാലേട്ടൻ ഫാൻസിൽ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അവരും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പേജേ ഇല്ല. ക്രിയേറ്റഡായിട്ട് ചെയ്ത് മനഃപൂർവ്വം നമ്മളെ ഇതാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. പിന്നെ അവർക്ക് അങ്ങനെ ഒരു മാനസിക സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, വളരെ നല്ല കാര്യം. അവരതിൽ എൻജോയ് ചെയ്യുക, അങ്ങനെയെങ്കിലും സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിക്കും. ചിലപ്പോൾ അത് മാത്രമായിരിക്കും അവരുടെ സന്തോഷം. അങ്ങനെ സന്തോഷിക്കണം. ചില മാനസിക രോഗികൾ ഉണ്ടാവുമല്ലോ, അവർ സന്തോഷിക്കട്ടെ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ തകർക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ ലാലേട്ടൻ ഫാൻസിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയും നമുക്കെതിരെ തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കെതിരെ തിരിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാരെന്തായിരിക്കും വിചാരിക്കുക? നമ്മൾ കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ അല്ല. ഇനിയിപ്പോൾ ലാലേട്ടനെ പറ്റിയല്ല, ആരെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഇപ്പം ചെറിയ റോളിൽ ചെയ്യുന്ന ആളാണെങ്കിലും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തെറ്റാ അല്ലേ? ആരെ കളിയാക്കി നമ്മൾ അങ്ങനെ ചെയ്താലും തെറ്റാ. അപ്പം അങ്ങനത്തെ പ്രവണതകൾ ഒരിക്കലും വരാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പക്ഷെ സിനിമേനെ റിവ്യൂ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും റിവ്യൂ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉള്ള ക്രിറ്റിസിസങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കാരണം നമ്മളൊരു വ്യക്തിയെ
വിഷമിപ്പിക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ നമ്മൾ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ നമ്മളൊരു സിനിമയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ഓൾവേസ് വെൽക്കമിങ് ആണ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്നത് അതാണ് തെറ്റ്. ഇപ്പം ഞാനിപ്പോൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ പണിഷ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കണം. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കാത്ത പോലും കാര്യമാണത്. അവസാനമായിട്ട് ഈ പടത്തിന് പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് നൽകിയ സപ്പോർട്ട് എത്രമാത്രമാണെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അത് എന്താ പറയുക, തുടക്കം മുതൽ ഇത്രയും വലിയ സ്കെയിൽ, ഇത്രയും വലിയ ഈ സിനിമയുടെ ഒരു ഭയങ്കര സംഭവമായിട്ട് ബഡ്ഡിങ് സ്റ്റേജ് മുതൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതിൻ്റെ പുള്ളി ബഡ്ജറ്റ് കൂട്ടാനാ പറഞ്ഞത്. അതെ തായ്ലൻഡിൽ നമ്മൾ ആനയുടെ ബഡ്ജറ്റ് വെറുതെ കൂട്ടുന്നതല്ല. ബേസിക്കലി അത് എന്താണോ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നുള്ള സാധനമുണ്ടല്ലോ, സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിന്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാണ്ട് വെറുതെ നമ്മൾ ബഡ്ജറ്റ് കൂട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ അല്ലേ. നമ്മൾ സിനിമയ്ക്ക് ഈ കാര്യങ്ങൾ ഡയറക്ടർ എഴുതി വെച്ചേക്കുന്ന, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും എഴുതി വെച്ചേക്കുന്ന കഥകളിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളൊരു സാധനം നോക്കിയിട്ട് അതിനകത്തേക്ക് എന്തൊക്കെ ആവശ്യം അതിൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. കുറേ അധികം ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റിയൽ എലിഫൻസിനെ വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഡക്ഷൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അത്രത്തോളം അതും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ ആനേനെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു ആനയെ കൊണ്ടുവരണം. നമ്മൾ തീർച്ചയായിട്ടും തായ്ലൻഡിൽ പോയിട്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഹോൾ ക്രൂ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പെൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള കച്ചാ മാസ്റ്ററാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ ഹ്യൂജ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ അതുപോലെ അത് VFX ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്യാതെ നമുക്ക് റിയൽ എക്സ്പീരിയൻസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാൻ നോക്കിയതാണ് പുള്ളി. തുടക്കം തുടങ്ങി അവസാനം വരെ കട്ടക്ക് കൂടെ തന്നെ നിന്നിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ 3 പേരുടെ വരുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം നല്ല രീതിയിൽ വിജയിക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. താങ്ക് യു.